ഹായ് മൃദുല. ഹായ് മാം. ഏത് വർഷമായിരുന്നു മെഡിക്കൽ കോഡിങ് പഠിച്ചത്? ഞാൻ 2023 23-ലാണ് അല്ലേ? പഠിച്ചയുടെ ഉടനെ തന്നെ ജോലിയിൽ കയറിയോ? ഒരു 5 മന്ത് കൊണ്ട് 5 months കൊണ്ട് ജോലിയിൽ കയറി. ഓക്കെ, നാട്ടിൽ തന്നെ? നാട്ടിൽ തന്നെ. ഓക്കെ. ഇപ്പം മെഡിക്കൽ കോഡിങ് പഠിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ? ഞാൻ ബികോം ആയിരുന്നു. ബികോം ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ബികോം ഗ്രാജുവേറ്റ്സിന് പറ്റിയൊരു സെക്ടർ ആണ് ഇത് മെഡിക്കൽ കോഡിങ് അല്ലേ? ചെയ്യാൻ പറ്റും. ഈസിയാണ്. ഇപ്പം എല്ലാരും വിചാരിക്കുന്നത് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ മെഡിക്കൽ കോഡിങ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇല്ല, അങ്ങനെയില്ല. കാരണം ഞാൻ കയറിയപ്പോ തന്നെ എനിക്ക് വലിയ മെഡിക്കൽ നോളജ് ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ മെഡിക്കൽ നോളജ് കൂടുതലും നമുക്ക് കിട്ടിയത്. അപ്പോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കോഡിംഗ്, UAE കോഡിംഗ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനി എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻ? ഇവിടെ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് പുറത്തേക്ക് നോക്കണം എന്നാണ്. ഓക്കെ ഓക്കെ. അപ്പം ഈ മെഡിക്കൽ കോഡേഴ്സിന്റെ ഇപ്പം ഹയർ ഓപ്ഷൻസിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യാറുണ്ടോ? ഉണ്ട്, നോക്കാറുണ്ട്. ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പുറത്തേക്ക് നോക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കുറേ കുട്ടികളുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ കോഴ്സ്? തീർച്ചയായും സജസ്റ്റ് ചെയ്യാം. കാരണം ഇനി ഫ്യൂച്ചറിലേക്ക് കുറച്ചുകൂടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും തോന്നുന്നുണ്ട് മൃദുലക്ക്. ഓക്കെ. നിങ്ങളെ കമ്പനിയിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്? 60 above പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതും നാട്ടില് അല്ലേ? നാട്ടില്, വയനാട്ടിൽ തന്നെ ജോലി കിട്ടി. സ്വന്തം നാട്ടിൽ ജോലി. മൃദുല ഒരു വയനാട്ടുകാരിയാണ്. ഓക്കെ.